വീഡിയോ ആയ സ്ക്രീൻ റെക്കോർഡർ ഓക്യാമിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ കാണുക. ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്ക്രീൻ റെക്കോർഡറായ ഓക്യാമിൻ്റെ ആക്സസറീസ് ആയിരുന്നു. അതായത് ഓക്യാമിൻ്റെ യൂസേജും അതൊക്കെ ആയിരുന്നു. ഇനി അതേപോലുള്ള ഒരു ഇതാണ്, അതായത് ഓമാറ്റിക് സ്ക്രീൻ കാസ്റ്റ് ഓമാറ്റിക് എന്നൊരു സ്ക്രീൻ റെക്കോർഡറാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. ജസ്റ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആവും വരിക. ഞാനിപ്പോൾ മിനിമൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ആദ്യം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരും. അല്ലെങ്കിൽ കുറച്ച് പ്ലാൻസിൻ്റെ കാണാം. ഞാൻ പ്ലാൻസിൻ്റെ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാഞ്ഞത്. ഞാൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കി, അതാണ്. അപ്പോൾ നമുക്കിതാ കുറച്ച് പ്ലാൻസ് കൊടുക്കും. ഞാൻ ലോഞ്ച് ഫ്രീ റെക്കോർഡർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാവും അത് കൊടുത്താൽ വരിക. നമുക്ക് 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. അതായത് ടേക്ക് സ്ക്രീൻഷോട്ട്, ലോഞ്ച് റെക്കോർഡർ, ഓപ്പൺ എഡിറ്റർ, ഓപ്പൺ അപ്ലോഡ്. ഈ 4 ഓപ്ഷൻസ് ആണ് ഇതിൽ ലഭ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് സ്ക്രീൻഷോട്ടിനെ കുറിച്ച് പരിചയപ്പെടാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സ്ക്രീൻഷോട്ട് ആവുന്നതായിരിക്കും. എന്താ നമ്മളിത് ഇവിടെ മുതൽ ഇത്ര ഭാഗം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇത്ര ഭാഗത്ത് സ്ക്രീൻഷോട്ട് ആവുന്നതായിരിക്കും. നേരത്തെ പോലെയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം ആവുകയുള്ളൂ ആ ചെയ്ത്. അപ്പോൾ ഇങ്ങനെയാണ് ടേക്ക് സ്ക്രീൻഷോട്ട്. അത് ലോഞ്ച് റെക്കോർഡർ. അവിടെ തന്നെ ഇങ്ങനെ ആയിരിക്കും വരിക. റെക്കോർഡർ വിൽ റെക്കോർഡ് എനിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദിസ് ഫ്രെയിം. ഈ ഫ്രെയിമിനകത്ത് നമുക്ക് ഈ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടിയിലേക്കൊക്കെ ആക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വരെയാണ് കൊടുക്കുന്നത്. നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. മൈക്കിൻ്റെ ചിഹ്നത്തിൽ ഞാൻ പറയുന്ന വോയിസ് അതിനനുസരിച്ച് ഇങ്ങനെ കൂടുകയും കുറയും കാണാൻ കഴിയും. പിന്നെ വെബ് ക്യാം, ബോത്ത് രണ്ടും, അതായത് നിങ്ങൾക്ക് എന്നെയും കാണാം സ്ക്രീനും കാണാം. അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഞാൻ വെക്കുന്നില്ല. പിന്നെ സൈസ്, ഓക്കെ. പിന്നെ മാക്സ് ടൈം, അത് നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. മാക്സിമം പിന്നെ അത്രേ പറ്റുകയുള്ളൂ. പിന്നെ പ്രിഫറൻസസ് ഉണ്ട്. പിന്നെ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. അത് കുറേ സെറ്റിങ്സ് ഉണ്ട്. പിന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റും നമുക്ക്. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഓക്യാമിൻ്റെ വീഡിയോയിൽ ഞാൻ രണ്ടാമത് യൂസ് ചെയ്യുന്ന റെക്കോർഡർ ഇതാണ്. എനിക്കിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രശ്നമായി തോന്നുന്നത് ഇതിൽ വാട്ടർ മാർക്ക് ഉണ്ട്. അത് നമ്മൾ മറ്റേ പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇല്ലായിരിക്കും. ഞാൻ നോക്കിയപ്പോൾ വാട്ടർ മാർക്ക് ഉണ്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് റെക്കോർഡ് കൊടുത്തു കഴിഞ്ഞാൽ റെക്കോർഡ് ആവുന്നതായിരിക്കും. വൺ ഗോ. ഇപ്പോൾ ഇത് 2 ഇതിലും റെക്കോർഡ് ആവുന്നുണ്ട്. ഓക്കെ, രണ്ട് ഇതിലും റെക്കോർഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, പിന്നെ ഇതിൽ റെക്കോർഡ് ആവുന്നതുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഈ സംഭവം, അതായത് ഈ സെക്കൻഡിനകത്ത് വീഡിയോ കാണുന്നതായിരിക്കില്ല. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അതിങ്ങനെയാണ് ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഡണ്ണ് കൊടുത്താൽ നമുക്ക് ഇങ്ങോട്ടേക്കും ചെയ്യാം. ഡിലീറ്റ് കൊടുത്താൽ ഡിലീറ്റ് ആവും. ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ നേരെ ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡണ്ണ് കൊടുത്ത് നമുക്ക് റെക്കോർഡിംഗ് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.